തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡാറ്റ ചോർന്നെന്ന റിപ്പോർട്ടർ വാർത്ത നിയമസഭയിൽ. രോഗികളുടെ റേഡിയേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ സുരക്ഷിതമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സൈബർ ആക്രമണം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നടപടികൾ സ്വീകരിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നമുക്കിങ്ങനെ ഒരു അനുഭവം ഇപ്പോൾ RCCയിൽ ഉണ്ടായപ്പോൾ, ഇപ്പോൾ അവിടുത്തെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് RCCയിൽ എനിക്ക് 2010 അവിടെ ഫയർവാൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഡേറ്റ സംബന്ധിച്ചും പേഷ്യൻറ്റിൻ്റെ ഡേറ്റ സംബന്ധിച്ചും ഉള്ള സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അത് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും സർക്കാർ നടത്തിയിട്ടുണ്ട്. അത് തുടർന്നും അങ്ങനെ തന്നെ ചെയ്യും സർ. ഈ ഒരു സംഭവം ഉണ്ടായൊരു സാഹചര്യത്തിൽ അതിൽ സൈബർ വിഭാഗം വളരെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സൈബർ പോലീസ് നടത്തുന്നുണ്ട്. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനുകളും അല്ലെങ്കിൽ പ്രൈവസി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അല്ലമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. അല്ലമീൻ, നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്, അത് നിയമസഭയിൽ എത്തുന്നു. ഏത് തരത്തിലാണ് ഡാറ്റ ചോർച്ച ഉണ്ടായിട്ടില്ല, സുരക്ഷിതമാണ് വിവരങ്ങൾ എന്ന് മന്ത്രി സഭയിൽ അടയാളപ്പെടുത്തുന്നത്? ഡാറ്റ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. അവിടെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നു. പക്ഷേ രോഗികളുടെ ചികിത്സാ വിവരങ്ങൾ, അതുപോലെ തന്നെ റേഡിയേഷൻ വിവരങ്ങൾ, അതെല്ലാം സുരക്ഷിതമാണ് എന്നാണ് പറയുന്നത്. കാരണം ബാക്കപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിവരങ്ങൾ സുരക്ഷിതമാണ്. ഇന്ന് മാത്രമല്ല, ഈ സുപ്രധാനമായ വിവരങ്ങൾ ഹാക്കർമാർ അത് അവരുടെ കൈകളിലേക്ക് എത്തി എന്നുള്ളതിന് തെളിവ് ലഭിച്ചിട്ടില്ല എന്നുകൂടി മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രി പറഞ്ഞത് RCCയിലെ പ്രധാനപ്പെട്ട 2 സോഫ്റ്റ്വെയറുകളിലാണ് ഈ സൈബർ ആക്രമണം ഉണ്ടായത്, അല്ലെങ്കിൽ അതിൻ്റെ വൈറസ് അറ്റാക്കിംഗ് ഉണ്ടായത് എന്നുള്ളതാണ്. ഈ 2 സോഫ്റ്റ്വെയറുകളും മറ്റു 2 കമ്പനികൾ RCCക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇതിൽ സുരക്ഷാ സംവിധാനം വേണ്ട, അല്ലെങ്കിൽ അതിന് ആൻറ്റി വൈറസ് സംവിധാനം വേണ്ട എന്നുള്ളത് ആ കമ്പനി തന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ആ തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ ഇല്ലായിരുന്നു. ഇത് മാത്രമല്ല, 8 കമ്പ്യൂട്ടറുകളിലും 4 സെർവറുകളിലും ഇത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വ്യാപനത്തിലേക്ക് പോകാതെ തടയാൻ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തന്നെ തടയാൻ അത് RCC അധികൃതർക്കായിട്ടുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ്. ഒരു രോഗിയുടെ വിവരങ്ങൾ ഈ സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് പരാജയപ്പെടുന്നു. അതിനെ തുടർന്നുള്ള പരിശോധനയിലാണ് ഈ സൈബർ അറ്റാക്കിംഗ് നടന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടത് എന്ന് മന്ത്രി പറയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 സെർവറിലും അതുപോലെ തന്നെ 2 സോഫ്റ്റ്വെയറിലും 4 സെർവറിലും ഉൾപ്പെടെ സൈബർ അറ്റാക്കിംഗ് ഉണ്ടായി എന്ന് പറയുമ്പോഴും RCCയിലെ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകളിലേക്കോ സെർവറുകളിലേക്കോ ഇതിൻ്റെ വ്യാപനം ഉണ്ടായിട്ടില്ല എന്നുകൂടി മന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 5 ദിവസം RCCയിലെ ചികിത്സ നിർത്തിവെച്ചു, ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും ഡാറ്റ വീണ്ടെടുക്കുന്നതിനും വേണ്ടി. സൈബർ ആക്രമണത്തിൽ രോഗികളുടെ റേഡിയേഷൻ വിവരങ്ങൾ പരിശോധനാ ഫലം അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ റേഡിയേഷൻ വിവരങ്ങളൊക്കെ സുരക്ഷിതമാണ് എന്നും മന്ത്രി ഇന്ന് 2 കമ്പനികളുടെ സെർവർക്ക് നേരെയുണ്ടായ ആക്രമണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിശദീകരിച്ച് സഭയിൽ പറഞ്ഞതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു അല്ലമീൻ.